1986 വർഷം, ഒക്ടോബർ മാസം 19-ാം തീയതി. തമിഴ്നാട്, അതായത് നമ്മുടെ മദ്രാസിലെ ഒരു സ്ഥലത്തേക്ക്, ഒരു വീട്ടിലേക്ക് ഒരു ബ്രോക്കർ, പ്രസാദ് എന്ന് പറയുന്ന ഒരു ബ്രോക്കർ വരികയാണ്. പ്രസാദും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടാളിയും കൂടി വരുന്നു. ഒരു വലിയ ബംഗ്ലാവാണ്. ആ ബംഗ്ലാവിൻ്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ നിരവധി പത്രങ്ങൾ, ഇങ്ങനെ ഓരോ ദിവസത്തെ പത്രങ്ങൾ ഇങ്ങനെ കൂന കൂടി കിടക്കുന്നു. ആ വീടിനോട് ചേർന്നുള്ള കാർ പോർച്ച് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ വാഹനമില്ല. വീട് മുന്നിൽ നിന്ന് പൂട്ടിയിരിക്കുന്നു, അതായത് മുൻവാതിൽ പൂട്ടിയിരിക്കുന്നു. പ്രസാദ് നേരെ അകത്തേക്ക് വന്നു. പ്രസാദ് ആ വീട്ടിലെ ഒരാളെ നിരന്തരം വിളിച്ചിട്ടും അവർ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഫോണിൽ നിരന്തരം വിളിച്ചിട്ടും എടുക്കാത്തത് കൊണ്ട് അന്വേഷിച്ചിറങ്ങുകയായിരുന്നു ഈ പ്രസാദും. പ്രസാദ് ഒരു വസ്തു ബ്രോക്കറാണ്. അപ്പോൾ അങ്ങനെ പ്രസാദ് വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത്. എന്തോ വീട്ടിലാരും താമസമില്ലാത്ത പോലെ ഒരു തോന്നൽ. എന്നിരുന്നാലും പ്രസാദ് നേരെ ചെല്ലുന്നു. കാര്യം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വീട്ടിലേക്ക് ചെല്ലുന്നു. കോളിംഗ് ബെൽ അടിച്ചു. കോളിംഗ് ബെൽ അടിച്ച് കുറച്ചു നേരം കാത്തു നിന്നു. പക്ഷേ ആരെയും പുറത്തേക്ക് കണ്ടില്ല. 1-2 തവണ വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. അവിടെയുള്ള ആളുകൾ പുറത്തേക്ക് പോകുന്നു എന്നാരും പറഞ്ഞിരുന്നുമില്ല. പതിയെ പ്രസാദിന് എന്തോ ഒരു സംശയം തോന്നി. ഇനി ഇവരെയും പുറത്തെവിടെയെങ്കിലും നിൽക്കുകയാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ. കോളിംഗ് ബെൽ അടിച്ചിട്ട് കേൾക്കാത്തതാവാം. ഇനിയും പതുക്കെ ഇയാൾ പുറത്തേക്കിറങ്ങി ആ വീടിൻ്റെ സൈഡിലൂടെ പിന്നാമ്പുറത്തേക്ക് ചെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിന്നാമ്പുറത്തേക്ക് ചെന്നപ്പോൾ ഈ പ്രസാദ് കാണുന്ന കാഴ്ച തന്നെയുമല്ല, പ്രസാദിന് അവിടെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു ദുർഗന്ധം ഇയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. വല്ലാത്ത ദുർഗന്ധമുണ്ട്. എന്തോ ഒരു വസ്തു അവിടെ കിടന്ന് ചീഞ്ഞ് നാറിയിരിക്കുന്നു. അഴുകി വല്ലാത്ത ഒരു ഭയങ്കരമായ ഒരു ദുർഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു. ആ ദുർഗന്ധം ഉള്ളത് കൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ എന്തോ ഒരു ശങ്ക അദ്ദേഹത്തിനുണ്ടായി. അയാൾ പെട്ടെന്ന് തന്നെ ഈ വീടിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന കാർപോർച്ചിൻ്റെ സൈഡിലൂടെയുള്ള പിൻഭാഗത്തെ വാതിലിനടുത്തേക്ക് എത്തി. അടുക്കള വാതിലാണ്. വലിയൊരു ബംഗ്ലാവാണ് കേട്ടോ. അപ്പോൾ 86 കാലഘട്ടം എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ അയാൾ അവിടെ ചെന്നതിന് ശേഷം ബാക്കിലേക്ക് നോക്കിയപ്പോൾ പിൻവശത്തെ വാതിൽ പൂട്ടിയിട്ടില്ല. ഇതെന്താ പിൻവശത്തെ വാതിൽ പൂട്ടാതിരുന്നത്? സ്വാഭാവികമായും സംശയം ഉണ്ടാകും. അവിടെ വീട്ടിൽ ഒരു വലിയ വില കൂടിയ നിസാൻ്റെ ഒരു വലിയ വില കൂടിയ വിദേശ നിർമ്മിത കാറും ഉണ്ടായിരുന്നു. ഒരു ആഡംബര കാറാണ്. അന്നേ എന്തോ വലിയ സമ്പന്നരുടെ വീടാണ്. അപ്പോൾ അവർ പതുക്കെ ഡോറ് തുറന്നു. പിന്നാമ്പുറത്തെ ഡോറ് തുറന്നപ്പോൾ തന്നെ അകത്തു നിന്നുള്ള ആ ദുർഗന്ധം അതിശക്തമായി പുറത്തേക്ക് വരാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും മൂക്ക് പൊത്തിക്കൊണ്ടാണെങ്കിലും എന്താ ഇത്രയും വലിയ ദുർഗന്ധം എന്നറിയില്ലല്ലോ. പതുക്കെ ഇവർ വീണ്ടും വീടിനുള്ളിലേക്ക് കടന്നു. അടുക്കളയിലൂടെ കടന്ന് ഹാളിലൂടെ കടന്നു. അപ്പോൾ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ ചില പന്തികേട് അവർക്ക് ഫീൽ ചെയ്തു. സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നു. രക്തത്തിൻ്റെ കറ അവിടെ ഇവിടെയൊക്കെ ആയി അടുക്കളയിൽ തന്നെ കാണാം. അപ്പം എന്തോ ഒരു പ്രശ്നം ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് അവർ ഉറപ്പിച്ചു. അകത്തേക്ക് കയറുമ്പോൾ, ഹാളിലൂടെയൊക്കെ കയറുമ്പോൾ കാണാം അവിടെ എല്ലാം വാരി വലിച്ച് അലങ്കോലമായി കിടക്കുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ പ്രസാദും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടി ഹാള് കടന്നു. ഹാളിനടുത്തുള്ള ഒരു ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ വീണ്ടും ഈ ദുർഗന്ധത്തിൻ്റെ അളവിങ്ങനെ കൂടി വരുന്നു. അയാൾ നേരെ ആ ബെഡ്റൂമിനകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് സത്യത്തിൽ ഈ പ്രസാദും അയാൾ ഞെട്ടിപ്പോവുകയാണ്. ഞെട്ടിത്തരിച്ചു എന്ന് പറയുന്നതാണ് ശരി. ആരെയാണോ താൻ കാണാനായി വന്നത് അവരുടെയും അവരുടെ മകളുടെയും മൃതദേഹം ഒന്നിനു മുകളിൽ ഒന്നായി എന്നുള്ള നിലയിൽ അതിനുള്ളിലെ ബാത്റൂമിൽ, ആ ബെഡ്റൂമിലെ ബാത്റൂമിനുള്ളിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞതായി നമുക്ക് അന്നേരം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മൃതദേഹം അഴുകി തുടങ്ങുകയും ചെയ്തു. ഇതിൻ്റെ ദുർഗന്ധമാണ് ഈ പ്രസാദിനും കൂട്ടാളിക്കും അനുഭവപ്പെട്ടത്. ഇത് അറിഞ്ഞ പെട്ടെന്ന് തന്നെ പ്രസാദ് പുറത്തേക്ക് ചാടിയിറങ്ങി. അവിടങ്ങളിലെല്ലാം വിവരം പറഞ്ഞ് ഇങ്ങനെയാണ്: റാണി പത്മിനിയും അമ്മയും മരണപ്പെട്ടു, ആരോ കൊലപ്പെടുത്തി. റാണി പത്മിനി എന്ന് പറയുന്ന നടിയാണ്. ആ സമയത്ത് തന്നെ നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ച്, മലയാളത്തിലും തമിഴിലുമൊക്കെ നിരവധി സിനിമകളിൽ അഭിനയിച്ച് പ്രശസ്തയായ ഒരു നടി തന്നെയാണ് റാണി പത്മിനി. വലിയ പ്രായമൊന്നുമില്ല, അവിവാഹിതയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടാൽ ഞെട്ടിപ്പോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആളുകളെല്ലാവരും കൂടി. പലർക്കും സംശയമുണ്ടായിരുന്നു. പലരും ആ വീടിൻ്റെ ഗേറ്റ് വഴി കടന്നു പോകുമ്പോൾ പത്രം കുമിഞ്ഞുകൂടി കിടക്കുന്നു. പലപ്പോഴും അങ്ങനെയാണ്. റാണി പത്മിനി അക്കാലത്ത് നല്ല തിരക്കുള്ള ഒരു ചലച്ചിത്ര താരമാണ്. അതുകൊണ്ട് തന്നെ നല്ല ധാരാളം പണവും ലഭിക്കുന്ന ഒരു ചലച്ചിത്ര താരമാണ്. അതുകൊണ്ട് പലപ്പോഴും ഷൂട്ടിങ്ങിനോ മറ്റോ ആയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാകുമെന്നുള്ളതാണ് നാട്ടുകാർ കരുതിയിരുന്നത്. വീടിൻ്റെ മുറ്റത്ത് പത്രം, പാല് ഇവയെല്ലാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. സാധാരണഗതിയിൽ പറയാറുണ്ട് അതൊരു വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അത് കുറച്ച് പൈസയ്ക്ക് അതവർ വാങ്ങാനുള്ള തീരുമാനത്തിലും എത്തിയിരുന്നു.
അപ്പോൾ ഈ വീട്ടിൽ പാലും ഒക്കെ ഉള്ളപ്പം ആൾക്കാർ വിചാരിച്ചു അവർ തന്നെയില്ല, പോർച്ചിൽ കാറും കിടപ്പില്ല. പോർച്ചിൽ കാറുണ്ടെങ്കിൽ അവരിവിടെ വീട്ടിലുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. സാറിന് നാട്ടുകാർക്കും അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞു. പോലീസ് എത്തിയതിന് ശേഷം മുൻവശത്തെ വാതിൽ തുറന്ന് അവസാനം പോലീസ് അകത്തേക്ക് കയറിയ ആ കാഴ്ച കണ്ട് പോലീസിനും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. കാരണം ലോകമെങ്ങും അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ ആരാധിക്കുന്ന ഒരു ചലച്ചിത്ര താരം മരണപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ വൈകുന്നേരം ഏകദേശം 3-4 മണിയോളം അടുക്കുന്നു. അപ്പോഴേക്ക് പോലീസൊക്കെ എത്തി, വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘം അവരെല്ലാവരും അവിടെ എത്തി കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ആദ്യ ഇതിൽ തന്നെ മനസ്സിലായി ഇവരെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് റാണി പത്മിനി എന്ന് പറയുന്ന ചലച്ചിത്ര നടിയെയും അവരുടെ അമ്മയെയും അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുക്കളയിൽ നിന്ന് ഒരു ബ്ലഡ് ഇങ്ങനെ പതുക്കെ വലിഞ്ഞ് എന്തോ ഒരു വസ്തു, ഭാരമുള്ള ഒരു വസ്തു, രക്തം പുരണ്ട ഭാരമുള്ള ഒരു വസ്തു വലിച്ച് ഈ ബാത്റൂമിനുള്ളിലേക്ക് കൊണ്ടിട്ടിരിക്കുന്നതായിട്ടും പോലീസുകാർക്ക് മനസ്സിലായി. അവിടെയെല്ലാം രക്തം ഇങ്ങനെ ഒരു വശത്തു നിന്ന് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഒഴുകി പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതെല്ലാം കണ്ട് ഈ മൃതദേഹം പഴക്കമുള്ള മൃതദേഹമാണ്. അങ്ങനെ ഈ മൃതദേഹം വരെ ആംബുലൻസിൽ കയറ്റി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി കൊണ്ടുപോയി. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി. ആഴത്തിലുള്ള മുറിവുകൾ, ഒന്നിലധികമല്ല നിരവധി മുറിവുകൾ ഇവരുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് പോലീസ് ഇൻക്വസ്റ്റിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ അവിടേക്ക് കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ അവിടെ ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മനസ്സിലാകുന്നത് ഇവർ രണ്ടുപേരെയും അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന്. വീട്ടിൽ നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ആ സമയത്ത് വീട്ടിലാണ് സൂക്ഷിക്കുക. സ്വർണ്ണാഭരണങ്ങൾ, പണം, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് മോഷണം പോയതായും പോലീസിന് മനസ്സിലായി. അപ്പോഴും പോലീസിൻ്റെ മുന്നിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതൊരു കൊലപാതകമാണ് എന്നും ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അവിടെയുള്ള സ്വർണത്തിനും പണത്തിനും വേണ്ടി നടത്തിയ ഒന്നാണ് എന്നും പോലീസിന് വളരെ കൃത്യമായി മനസ്സിലായി. പക്ഷേ ആര് എന്ന് പറയുന്ന ഒരു ചോദ്യം അപ്പോഴും ഉണ്ട്. അപ്പോൾ നേരെ നോക്കിക്കഴിയുമ്പോൾ അവിടെ ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത് ആരാണ്, എങ്ങനെയാണ്, എന്താണ്. അപ്പോഴാണ് പലരും പറഞ്ഞു, അതെ സാർ, ഇവിടെ 2-3 പേര് താമസം ഉണ്ടായിരുന്നു. അതായത് ഇവർക്കൊരു ഡ്രൈവറുണ്ട്, നിസാൻ്റെ ഒരു വില കൂടിയ കാറാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ അയാളുടെ പേര് ജബരാജ് എന്നാണ് ആ ഡ്രൈവറുടെ പേര്. അതോടൊപ്പം തന്നെ ഒരു കുക്കുണ്ട്, പാചകക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഗണേശൻ എന്നാണ്. അതോടൊപ്പം ഈ അടുത്ത സമയത്തൊരു സെക്യൂരിറ്റിയെ അവർ നിയമിച്ചിരുന്നു, അയാളെ കാണാനില്ല എന്നാണ്. ലക്ഷ്മി നരസിംഹൻ എന്നാണ് ആ സെക്യൂരിറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗൂർഖ എന്നൊക്കെ പറയാം, അയാളുടെയും പേര്. അങ്ങനെ 3 പേര് ആ വീട്ടിലുണ്ടായിരുന്നു. അവരെ കാണുന്നില്ല എന്ന ഒരു കാര്യം ഇവിടുത്തെ ആളുകൾ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ പോലീസിന് ഏറെക്കുറെ കാര്യം മനസ്സിലായി. കാരണം ഈ 3 പേരും കൂടി ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും അതിനുശേഷം ഇവരെ കൊന്ന് അവരുടെ നിന്ന് ആഭരണം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. പക്ഷേ അതുകൊണ്ടും കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അതായത് ഈ പറയുന്ന ജബരാജിനെ കണ്ടെത്തണം, ലക്ഷ്മി നരസിംഹനെ കണ്ടെത്തണം, അതോടൊപ്പം തന്നെ ഗണേശൻ, ലക്ഷ്മി നരസിംഹൻ കുട്ടി എന്നാണ് വിളിക്കുന്നത്, ഇവരെ 3 പേരെയും കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ശ്രമകരമായ ജോലി. ഇന്നൊക്കെ ആണെങ്കിൽ നമുക്ക് CCTV ക്യാമറകൾ വെച്ചിട്ട് പിടിക്കാൻ കഴിയും. അതല്ലെങ്കിൽ അവരുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ടൊക്കെ അന്വേഷണം ഇന്നത്തെ കാലത്ത് നടക്കുന്ന സാഹചര്യമുണ്ട്. ഇവർ 3 പേരെയും സംബന്ധിച്ചിടത്തോളം ഇവർ 3 പേരും തികച്ചും സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പം അവരെ സംബന്ധിച്ച് അന്ന് മൊബൈൽ ഫോണൊന്നും വ്യാപകമല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ദുഷ്കരമായ ഒരു കാര്യമാണ്. എന്നാൽ തന്നെയും പോലീസ് ഇവർക്ക് വേണ്ടി വല വിരിച്ചു. അപ്പോൾ അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാറ്, അതായത് ഈ നിസാൻ്റെ ഈ ഒരു കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ആ കാറിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം ഒടുവിൽ ഇവരെ 3 പേരെയും പോലീസ് വലയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന 86-ൽ നടക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പെട്ടെന്നല്ല, ഇത് നിരന്തരം ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോയി. അപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഈ ആദ്യം അറസ്റ്റിലാവുന്നത് ജബരാജാണ്. 1986 ഒക്ടോബർ മാസം 24-ാം തീയതി ആണ് ഈ ജബരാജ് എന്ന് പറയുന്ന ഇവരുടെ ഡ്രൈവർ പിടിയിലാവുന്നത്. അപ്പോൾ അങ്ങനെ കാറുമായി ചേർന്നിട്ടാണ് പിടിയിലാവുന്നത്. അപ്പോൾ ഇയാളോട് ബാക്കി ചോദ്യം ചെയ്തു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊലപാതകത്തിൻ്റെ ഏകദേശ വിവരം പോലീസിന് മനസ്സിലായി. പിന്നെ ഈ ലക്ഷ്മി നരസിംഹനെ പിന്നീട് നവംബർ 3-നാണ് പോലീസ് പിടികൂടുന്നത്. അങ്ങനെ 2ാമത്തെ പ്രതിയും പിടിയിലായി. പിന്നീട് അതിനുശേഷം 1988-ലാണ്
ഗണേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരെയും അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് പോലീസ് വല വിരിച്ചിട്ട് തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനിയും എങ്ങനെയാണ്, എന്തിനാണ് ഈ പറയുന്ന കൊലപാതകം നടത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് റാണി പത്മിനി അതോടൊപ്പം തന്നെ ഈ അമ്മ, ഇവർ 2 പേരും കൂടി ഈ പറയുന്ന ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് ഇവർ വാടകയ്ക്ക് ചെന്നൈ അണ്ണാനഗറിലാണ് ഈ ബംഗ്ലാവ്, ഇവർ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവ് നിൽക്കുന്നത്. അതായത് ഇവർ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് അണ്ണാനഗറിൽ, ചെന്നൈയിലുള്ള, അതായത് അന്നത്തെ മദ്രാസിലെ ആ വീട്ടിൽ അവർ താമസിച്ച് വരിക. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവർക്ക് അവരുടെ അമ്മയുടെ പേര് ഇന്ദിരാകുമാരി എന്നാണ്. ഇവരങ്ങനെ വാടകയ്ക്ക് താമസിച്ച് വരുന്ന സമയത്ത് ഈ വീട് തന്നെ, അപ്പം റാണി പത്മിനിക്ക് സിനിമകളൊക്കെ കിട്ടി തുടങ്ങി, നിരവധി പണമായി തുടങ്ങി. ആ സമയത്ത് വിചാരിച്ചു ഈ വീട് തന്നെ അങ്ങ് വാങ്ങിയാലോ എന്നവർ കരുതി. ആ വീട് വാങ്ങുന്നതിൻ്റെ ഭാഗമായി ഇവരുടെ കയ്യിൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപയ്ക്കാണ് ഇവർ ഈ വീട് വാങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഇവർ 2 പേരുടെയും കയ്യിൽ, അതായത് ഈ അമ്മയുടെ കയ്യിൽ പണം, പിന്നെ നമ്മുടെ നടിയുടെ കയ്യിൽ പണം ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പണം പിന്നെ പണം ഇരിപ്പുണ്ട് എന്നുള്ള വിവരം ബവരാജിനറിയാം, ലക്ഷ്മി നരസിംഹനറിയാം, അതോടൊപ്പം തന്നെ ഈ കുട്ടി എന്ന് പറയുന്ന ആൾക്കും അറിയാം. അതായത് അപ്പോഴേക്ക് ആലോചിച്ചു, ഇത്രയും പണം ഈ വീട്ടിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ റാണി പത്മിനിയുടെ കയ്യിൽ പിന്നെ സ്വർണ്ണമായിട്ടും ഒക്കെ ഇരിപ്പുണ്ട്. കാര്യം ഇവർ ചലച്ചിത്ര താരം കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ 3 പേരും കൂടി ആദ്യം ജബരാജ് തീരുമാനിച്ചു. കാരണം ജബരാജിനോടൊക്കെ മോശമായിട്ടാണ് ഇന്ദിരാകുമാരി പെരുമാറുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ മനസ്സിൽ കിടക്കുന്ന ഒരു വൈരാഗ്യം ഉണ്ട്. അപ്പം ഈ പണത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഈ വീട് വാങ്ങുന്നതിനെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചുമൊക്കെ ഇവർ തമ്മിൽ, ആ ഇന്ദിരാകുമാരിയും റാണി പത്മിനിയും തമ്മിൽ സംസാരിക്കുന്നത് ജബരാജ് കേൾക്കാൻ സാഹചര്യമുണ്ടായി. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കള്ളൻ, അല്ലെങ്കിൽ ഒരു കൊലപാതകി, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ വാസന ഉണരുന്നത്. അയാളപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഇത്രയും പണവും സ്വർണവും ഉള്ള വീട്ടിൽ എന്തിന് നമ്മൾ അടിമകളെ പോലെ ജീവിക്കണം? ഒന്ന് മനസ്സ് വെച്ചാൽ ഇവരെ 2 പേരെയും കൊന്നു കഴിഞ്ഞാൽ ആ സ്വർണവും പണവും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും നാട്ടിൽ പോയി സ്വസ്ഥമായി ജീവിക്കാം. എന്തായിരുന്നാലും തന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ബാക്കി 2 പേരെ കൂടി ഇയാൾ കൂട്ടിച്ചേർത്തു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അവരുടെ കാവൽക്കാരനെയും അതോടൊപ്പം തന്നെ പാചകക്കാരനെയും ഒരുമിച്ച് ചേർത്തിട്ട് തീരുമാനിച്ചു, നമുക്ക് 3 പേർക്കും ഇതിൽ നിന്ന് കിട്ടുന്ന തുക പരസ്പരം വീതിച്ചെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തി. അപ്പോൾ ഇവർക്ക് കൊലപാതകം ആസൂത്രണം ചെയ്യണം. ഇവർ പലപ്പോഴായി ഒരു 3 മൂർച്ചയേറിയ കത്തികൾ ഇവർ വാങ്ങി. അതായത് അപ്പോൾ തന്നെ ഇവർ പ്ലാൻ ചെയ്തു. ഇവരും 2 പേരും, 2 സ്ത്രീകൾ മാത്രമാണ് ആ വീട്ടിൽ താമസം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവരെ കടന്നാക്രമിച്ച് ഇവരെ കൊലപ്പെടുത്തി ഇതും കൊണ്ട് പോവുക എന്നുള്ളതാണ്. ഈ സമയത്താണ് ഈ ജബരാജും ഇവരും കൂടി നേരെ രാത്രിയിൽ ഇടിച്ച് അകത്തേക്ക് കയറുന്നു. ഏകദേശം 15-ാം തീയതി, 19-ാം തീയതിയാണ് മൃതദേഹം കാണുന്നതെങ്കിൽ 15-ാം തീയതി രാത്രിയോടുകൂടി ഇവർ 3 പേരും കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതിനു ശേഷം ഇവർ നേരെ 3 പേരും കൂടി അടുക്കളയിലേക്ക് എത്തി. അടുക്കളയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഈ ഇന്ദിരാകുമാരി എന്ന് പറയുന്ന റാണി പത്മിനിയുടെ അമ്മയായിരുന്നു. ആ ഇന്ദിരാകുമാരിയെ കുത്തി വീഴ്ത്തുകയായിരുന്നു. അങ്ങനെ കുത്തേറ്റ് താഴേക്ക് വീണ ഇന്ദിരാകുമാരിയുടെ മേലേക്ക് അതിശക്തമായ രീതിയിൽ, അതായത് അവരുടെ ദേഷ്യം തീരുന്നത് വരെ, അല്ലെങ്കിൽ തലങ്ങും വിലങ്ങും കുത്തുക എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ തലങ്ങും വിലങ്ങും കുത്തി ഇന്ദിരാകുമാരിയെ കൊലപ്പെടുത്തി. ഈ നിലവിളിയും ഒച്ചയും കേട്ടിട്ട് പെട്ടെന്ന് റാണി പത്മിനി പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വരുന്ന വഴിയിൽ തന്നെ റാണി പത്മിനിയെയും ഇവർ കുത്തി വീഴ്ത്തുകയായിരുന്നു. അങ്ങനെ ഇവരെ 2 പേരെയും ജീവൻ പോകുന്നത് വരെ, അതായത് ഒരു മനുഷ്യ ശരീരത്തിൽ കുത്തുന്നതിന് എണ്ണത്തിന് പരിമിതികളുണ്ട്, അത് വെച്ചിട്ട് ഇവരെ പരമാവധി കുത്തി ഇല്ലാതെയാക്കി ഉറപ്പാക്കിയതിനു ശേഷം ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളടക്കം അഴിച്ചെടുത്തതിന് ശേഷം ഈ പറയുന്ന അമ്മയെയും റാണി പത്മിനിയെയും ഇവർ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അതിനുള്ളിലെ ബാത്റൂമിനുള്ളിൽ ഇടുകയായിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി, മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന രീതിയിൽ അവിടെ കൊണ്ടുവന്ന് ഒന്നിനു പിറകെ ഒന്നായി അവിടെ കിടത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവർ അവിടുത്തെ ഇരുമ്പലമാരയിൽ നിന്ന് സ്റ്റീൽ അലമാരയ്ക്കകത്തുണ്ടായിരുന്ന സ്വർണ്ണമായാലും പണമാണെങ്കിലും എല്ലാം മോഷ്ടിച്ചു. അതിനുശേഷം ഇവർ ഈ വാഹനം എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് പോവുകയായിരുന്നു. അപ്പം ഈ പറയുന്ന ഗണേഷ്, ബവരാജ്, അതോടൊപ്പം തന്നെ ലക്ഷ്മി നരസിംഹം, ഇവർ ഇത്രയും പേരൂടെ ചേർന്നിട്ട് ആണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. അപ്പോൾ ഈ പറയുന്ന ഒരു കൊലപാതകത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം, ഇങ്ങനെ
അതിനുശേഷം ഇവർ റാണി പത്മിനിയുടെ അവിടെ കിടന്ന നിസാൻ്റെ കാറും എടുത്തുകൊണ്ട് സ്ഥലം കാലിയാക്കിയായിരുന്നു. പിന്നീട് 4 ദിവസം കഴിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന സമയത്താണ് ഈ റാണി പത്മിനിയും അമ്മ ഇന്ദിരാകുമാരിയും മരിച്ച വിവരം പുറം ലോകം അറിയുന്നത് തന്നെ. അപ്പോഴേക്കും ഇവർ ഈ വാഹനം ഉപയോഗിച്ച് പോകാവുന്നിടത്തോളം ദൂരം പോയി കഴിഞ്ഞിരുന്നു. എന്നാലും 4 ദിവസം കൊണ്ട് പോലീസിന് ബെവരാജിനെ 4 ദിവസം കൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ഒരുപക്ഷെ തമിഴ് പോലീസിൻ്റെ എക്കാലത്തെയും മികച്ച റെക്കോർഡുകളിലൊന്നും തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ വീടുകളിൽ ആരെങ്കിലും വിലയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നിർത്തുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കുക, ഇവർ എത്രത്തോളം വിശ്വസനീയത ഉള്ളവരാണ്. മറ്റുള്ളവരോട് നമ്മുടെ കയ്യിലുള്ള പണത്തെക്കുറിച്ചോ നമ്മുടെ സമ്പത്തിനെക്കുറിച്ചോ വെളിപ്പെടുത്താതിരിക്കുക എന്നൊരു നല്ല കാര്യം കൂടി നമ്മളെല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു പാഠം.